ഇന്നത്തെ അനുരഞ്ജന ചർച്ചയും പൊളിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുതിയ സമരമുറകൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ലേബർ ഓഫീസർ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞത് ന്യായം നമ്മുടെ ഭാഗത്താണെന്നാ. പക്ഷെ മത്തായിച്ചന്റെ മർക്കടമുഷിക്ക് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് നേതാവിന്റെ ചെവി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കുമോ? ലേബർ ഓഫീസർ എത്രാമത്തെ തവണയാണ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചെടുക്കാൻ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ നേതാവ് എന്താ പറഞ്ഞത്? കൂടിയാൽ 2 ആഴ്ച കൊണ്ട് മത്തായിച്ചന്റെ മുട്ടുമടക്കിക്കുന്നല്ലേ? 2 ആഴ്ചയ്ക്ക് പകരം ഇപ്പൊ എത്ര ആഴ്ചകളായി? ഇക്കണക്കിന് പോയാൽ 2 കൊല്ലം കഴിഞ്ഞാലും മത്തായിച്ച മുട്ടുകൂത്താൻ പോണില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, പോയി മത്തായിച്ചന്റെ മുട്ട് തല്ലിമടക്കാം. ആദ്യമായി തൊഴിലാളിക്ക് സമരവീര്യം വേണം. നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. സത്യാഗ്രഹ പന്തലിൽ ദിവസം എത്ര തൊഴിലാളികൾ വരുന്നുണ്ട്? കടത്ത് കഴിക്കാൻ ഒന്നും വന്ന് നോക്കിച്ചു പോകും. അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഇരിപ്പ് ഓരിയിടലും തുടങ്ങിയിട്ട് മാസം എത്രയായി? ഒറ്റ ഒരുത്തന്റെ ചില്ലി കാശില്ല. മുണ്ട് മുറുക്കി ഉടുത്തുകൊടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ചിലർക്ക് വയ്യാണ്ടായി. തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പുതിയ സമരമുറകൾ ആവിഷ്കരിക്കാം. നേതാവ് ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇക്കാര്യം DC-യിൽ ഒന്ന് പ്രസ് ചെയ്യാനും ഈ ജില്ലയിലെങ്കിലും നമ്മുടെ സമരത്തിന് അനുകൂലമായി മറ്റു തൊഴിലാളികളെ സംഘടിപ്പിക്കാനോ സഖാവിന് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വരെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം പാർട്ടി അഭിമുഖീകരിക്കുന്നതുകൊണ്ട് അത് തീരാതെ. അതിനെ എന്ന് തീരാനാ? പാർട്ടിക്കകത്ത് ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതും പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഈ സമരപന്തലിൽ ഇരിക്കാൻ നോക്കൂ. വിജയം പറഞ്ഞത് ശരിയാ. 150 ദിവസമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഇത് അവസാനിപ്പിച്ച് ജോലിക്ക് കയറാമെന്ന ഭൂരിപക്ഷം തൊഴിലാളികളുടെ അഭിപ്രായം. അത് പാർട്ടിക്ക് ക്ഷീണമല്ലേ, പ്രത്യേകിച്ച് നേതാവിന്. തൊഴിലാളികളല്ലല്ലോ ഇവിടെ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം. ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം മത്തായിച്ചന് മാത്രമല്ലല്ലോ. കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് കുഞ്ഞച്ചനെ ഒന്ന് കാണാം. ശരിയാ, നല്ല മനസ്സുള്ളവനാ കുഞ്ഞച്ചൻ. അയാളെ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ നേതാവിന്റെ ഉദ്ദേശം? ശരി, നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി കാണാം, ചർച്ച ചെയ്യാം, വിവരം നിങ്ങളെ അറിയിക്കാം. വേണ്ട, നേതാവ് ഒറ്റയ്ക്ക് പോണ്ട. ഞങ്ങൾ 4-5 പേരും കൂടെ വരാം. എന്നാ വരിക. ഈ കുഞ്ഞച്ചന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മത്തായിച്ച മുതലാളി ഇയാളെ പുറത്താക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് മുതലാളി വർഗം. ആവശ്യം വരുമ്പോ അവര് തമ്മിൽ ഒക്കും. ഈ തൊഴിലാളിയുടെ രക്തവും വിയർപ്പും പിഴിഞ്ഞുകൂറ്റാൻ ഈ ബൂർഷ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതിനെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം, വായിച്ച് പഠിക്കണം, പ്രബുദ്ധരാകണം. ആ കഴിവില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഈ 150 ദിവസം സമരപ്പന്തലിൽ ഇരിക്കുകയും നേതാവ് കാറ് സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിജയന്റെ ഈ തുറന്ന പ്രകൃതം എനിക്കിഷ്ടമാണ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തതും ഇതാണ്. മറ്റുള്ളവരോട് ഇനിയും നമ്മൾ എന്ത് പറയും? പറയാനാണ് വിഷമം. അത് നേതാവ് പറഞ്ഞോളും അല്ലേ? ഇന്നലെ അർദ്ധരാത്രിയിൽ നടന്ന ഈ തീവയ്പ് തികച്ചും ആസൂത്രിതമാണ്. നാം അക്രമികളാണെന്ന് കാണിക്കാൻ നമ്മുടെ എതിർപാർട്ടിക്കാർ നടത്തിയ ഗൂഢവും നീചവുമായ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേതാവിന് എന്താ മുതലാളി സംശയം തോന്നാത്തത്? കോടികൾ വില വരുന്നത് എന്റെ കമ്പനിയും അതിനകത്ത് വിലപിടിപ്പുള്ള രേഖകളും ചുട്ടരിക്കാൻ മത്തായിച്ച മുതലാളി തയ്യാറാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ക്ഷമിക്കണം, നേതാവ് സത്യത്തിന് നേരെ കണ്ണടക്കിയാണ്. എന്തിനാ മറ്റു പാർട്ടിക്കാരെ ഇതിലേക്ക് വലിച്ചടിക്കുന്നത്? കമ്പനി കത്തിക്കലായിരുന്നു ഉദ്ദേശമെങ്കിൽ ഈ ഓഫീസ് മുറിയിൽ കിടന്ന 5-6 കടലാസ് കഷ്ണം മാത്രമായിരിക്കില്ല കത്തുക. ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നീയല്ലേ വിജയൻ? അതെ. ഇങ്ങോട്ട് മാറിയേക്ക്. ഇനി ആരൊക്കെയാ? കളരിക്കൽ ജോർജ്. ആരാ കളരിക്കൽ ജോർജ്? ഞാനാണ്. റാഫേൽ മകൻ ദേവസിക്കുട്ടി, NK എന്ന് വിളിക്കുന്ന നാരായണൻകുട്ടി. എടാ NK. ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ ജീപ്പിലോട്ട് കയറാം. എന്താ സംഭവം? സംഭവം അറിഞ്ഞാലേ നീ കയറത്തുള്ളൂ. മുൻകൂർ നോട്ടീസ് തരാതെ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല. നിയമമൊക്കെ ഉണ്ട് സഖാവേ, അത് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കാം. ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്,
ഇൻക്ലാബ് സിന്ദാബാദ്. നേതാവിനറിയാമോ, ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിൽ ഞാൻ 6 യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. എത്ര തൊഴിലാളികളെയാണ് ഞാൻ രക്ഷിച്ചിരിക്കുന്നതെന്നറിയാമോ? ഈശോ, സ്ഥിരം പണിയും പ്രോഗ്രാം ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ESI ഒക്കെ അവർക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. എന്നിട്ട് എന്താ കാര്യം? തൊഴിലാളി വളർന്നു, യൂണിയൻ പിളർന്നു, വർക്ക് തളർന്നു. ഇന്ന് ആരെങ്കിലും എന്നെ പണ്ടത്തെ പോലെ യൂണിയൻ വർക്ക് എന്ന് വിളിച്ചാൽ അവനെ ഞാൻ കൊല്ലും. ഈ കാലം നേതാവിന് വേണോ? ഇന്നത്തേക്കുള്ളതൊക്കെ ഒരുവിധമായി. എന്നാ അച്ചാർ തൊട്ടാ മതി. എന്താ തൊഴണ്ടെന്ന് ഞാൻ ആലോചിച്ചോളാം. വെറുതെ ഒരു തോന്നല, ഒന്നും സംഭവിച്ചില്ല. കുറെ നേരം ഇരുന്ന് നോക്കി, പോയില്ല. എന്റെ ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഒക്കെ എവിടെയുണ്ട്? ഞാൻ തൊട്ടിട്ടില്ല. എനിക്കങ്ങനെയാ, മനസ്സിൽ എന്തെങ്കിലും ഒരു കൊച്ചു ടെൻഷൻ തോന്നിയാ മതി, ഒരു കക്കുസപ്പാൻ തോന്നും. എന്നാ പോവോ? അതുമില്ല. ഒരു മുട്ടിഞ്ഞ സൂക്കേടാ. കാര്യം ഊണോങ്കി ഒരു പ്രാവശ്യം കൂടി പോയിട്ട് വരട്ടെ. എന്താ മറ്റത് ഓർമ്മിപ്പിക്കായിരുന്നു. അതുപോലെ തരാതിരിക്കോ? എടോ, അതിങ്ങെടുക്ക്. കൊണ്ടുപോണോ? പിന്നെ ഇതൊരു അഡ്വാൻസ് ആയി കരുതിയാ മതി. ഈ കമ്പനി മത്തായച്ചൊരു പ്രശ്നമല്ല, മത്തായച്ചന് വാശിയാ വരുന്നത്. കോയമ്പത്തൂർ ഞാൻ സ്ഥലം മേടിച്ച് കഴിഞ്ഞു. ഇനി ഫാക്ടറി തുറക്കുന്നത് അവിടെ ആയിരിക്കും. തന്റെ മോള് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയല്ലേ? അവക്കും അവിടെ നല്ലൊരു പോസ്റ്റ് കൊടുക്കാം. വർക്കിക്കും വേണേ ഒരു പോസ്റ്റ്. കുറച്ചുനാള് സ്ഥലം മാറിയുന്നില്ലെങ്കിലേ തടിക്ക് കേട് പറ്റാനിടയുണ്ട്. മത്തായിയോ, ഇറങ്ങാൻ പറയട്ടെ. ഓരോന്നും കൂടെ അടിച്ചിട്ട് നമുക്ക് പിരിയാം. വേണ്ട വേണ്ട, നമ്മളേ ഒരുമിച്ച് ഇറങ്ങുന്നില്ല. ബാക്കിയുള്ളത് വർക്കി നേതാവും കൂടെ ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഒരു പേർക്ക് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങ്. ഏതായാലും ഈ സുഖം വീട്ടിൽ പോയി കിട്ടത്തില്ലല്ലോ. കറക്റ്റ്. കിട്ടുവോ? കറക്റ്റ്. വർക്കി ബൈ. ഇവിടെ കറക്റ്റ്. പാടും. കറക്റ്റ്. പിന്നെ ഇയാളെ പരുവത്തി പുറത്തേക്ക് എടുക്കണ്ട. കറക്റ്റ്. കറക്റ്റ്. എന്തൊരു വെറുതെ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നിട്ടാ. സഖാവ് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പറയും. മതം വളരാൻ അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യമല്ല. മതം വളർത്താതെ മതേതരത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്ലാസ് എടുക്കാനല്ലല്ലോ. ഒരു മതപുരോഹിതൻ നമ്മുടെ സഖാക്കളുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാ? അതിലൊരു അപാകതയില്ലേ? ഗൂഢമായ 2 ഉദ്ദേശങ്ങളാണ് അതിനുള്ളിലുള്ളത്. ഒന്ന്, നമ്മുടെ സഖാക്കളുടെ സമരവീര്യം നശിപ്പിക്കുക. 2, മതം വളർത്തിയെടുക്കാനുള്ള പ്രേരണ. ഇതേക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അല്ല, ഇതേക്കുറിച്ച് മാർക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ തരുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങണ്ടെന്ന് വെക്കാം. വിശന്ന് കഴിഞ്ഞിരിക്കുന്ന മക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും? മത്തായിച്ച മുതലാളിയുമായി ഞാൻ ഒരു അവസാന റൗണ്ട് സംഭാഷണം കൂടി നടത്താം. 2 ദിവസം കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചു തരാം. 6 മാസം കൊണ്ട് തീരാത്ത പ്രശ്നമാണ് 2 ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നത്. നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഏതാണ്ട് തടഞ്ഞ ലക്ഷണമുണ്ട്. സഖാവ് വല്ലതും പറഞ്ഞോ? അല്ല, ഈ വിട്ടുവീഴ്ച എത്രത്തോളം വേണ്ടി വരും എന്ന് ചോദിക്കായിരുന്നു. അത് ചർച്ച ചെയ്താലേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു 90% അംഗീകരിച്ചു കിട്ടൂ. ശക്കെല്ലാം കുറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? നേതാവ് ഇപ്പൊ ഞങ്ങളുടെ യൂണിയന്റെ പ്രസിഡന്റ് ആണോ അതോ മത്തായിച്ചന്റെ ഇടനിലക്കാരനോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് മര്യാദ അല്പം കുറവാ. ഈ 6 മാസം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്തതും ഞങ്ങൾ കുറെ പേര് ലോകപ്പിൽ കിടന്ന് പോലീസിനെ തല്ലുകൊണ്ടതും എന്തെങ്കിലും നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാനല്ല. നേതാവിന് മത്തായിച്ച മുതലാളി കാര്യമായിട്ടെന്തോ കൊടുത്തിട്ടുണ്ട്.
പാർട്ടി പ്രവർത്തനങ്ങളിൽ ഐതിഹാസികമായി പങ്കുവഹിച്ച ഒരു ഉശിരൻ നേതാവിനെ പറ്റിയാണ് നിങ്ങൾ ഈ അപവാദങ്ങൾ പറയുന്നുള്ള കാര്യം ഓർക്കണം. നേതാവിന്റെ ഐതിഹാസിക ചരിത്രത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കും കുറെയൊക്കെ അറിയാം. തട്ടുകട നിർത്തി പാർട്ടിയിലേക്ക് വന്നപ്പോ എന്തുണ്ടായിരുന്നു കയ്യില്? അന്നത്തെ ഓലപ്പര പൊളിച്ച് തെറച്ചിട്ട കെട്ടിടം പണിത് എങ്ങനെയാ? 3 പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചില്ലേ? കഴുത്ത് നിറയെ പൊന്നും കൈ നിറയെ കാശും കൊടുത്ത്. പിന്നെ നഗരത്തിൽ ഓടുന്ന സഖാവിന്റെ കാറുകളെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം. അതല്ല ലോണ. പെൺമക്കളും ലോണായിരുന്നോ? നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ സഹിക്കില്ല. ഈ യൂണിയന്റെ നേതൃസ്ഥാനം ഞാൻ പുല്ലുപോലെ രാജിവെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം.